ആസ്മയും ക്ഷയവും അടക്കം അവശ്യ മരുന്നുകളുടെ വില കുത്തനെ കൂട്ടി കേന്ദ്രം. മരുന്നുകളുടെ വില കുത്തനെ ഉയർത്തി കേന്ദ്രം. 8 അവശ്യ മരുന്നുകളുടെ വില 50% വരെയാണ് ഉയർത്തിയത്. മരുന്നുൽപാദനം ലാഭകരമല്ലെന്ന നിർമ്മാണ കമ്പനികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് NPPയുടെ നടപടി. എന്നാൽ ചികിത്സാ ചിലവ് കാരണം ആശുപത്രിയിൽ പോലും പോകാൻ കഴിയാത്ത രോഗികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ഇരുട്ടടിയാകും. ആസ്മ, ഗ്ലോക്കോമ, തലസീമിയ, ക്ഷയം, മാനസിക വൈകല്യം എന്നിവയുടെ ചികിത്സയ്ക്ക് ആദ്യ പ്രതിരോധമായി ഉപയോഗിക്കുന്ന മരുന്നുകളുടെ വിലയാണ് കേന്ദ്ര സർക്കാർ കുത്തനെ ഉയർത്തിയത്. വിപണിയിൽ പൊതുവെ കുറഞ്ഞ വിലയിൽ ലഭ്യമായിരുന്ന ഇത്തരം മരുന്നുകൾക്ക് ഇനി 50% അധിക വില നൽകേണ്ടി വരും. ആസ്മയ്ക്ക് ഉപയോഗിക്കുന്ന സാൽബുട്ടമോളിന് ഇപ്പോൾ 18 രൂപയാണ് വിപണി വില. നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയുടെ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ വില 50% ഉയരും. ക്ഷയത്തിന് ഉപയോഗിക്കുന്ന സെപ്ട്രോമൈസിസിന് ഇപ്പോൾ 9 രൂപയാണ് വിപണി വില. അത് 13 ഉയരും. മാനസിക വൈകല്യത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ലിഥിയം ഗുളികകളുടെ വില 15 നിന്ന് 22 ഉയരും. ഗ്ലോക്കോമയ്ക്ക് ഉപയോഗിക്കുന്ന പിലോകാർപ്പൈന് വില 70 ഉയരും. ആൻറ്റിബയോട്ടിക്കായ ബെൻസിപെൻസിലിൻ്റെ വില 8 രൂപയിൽ നിന്ന് 12 ആകും. അവശ്യ മരുന്നുകളുടെ വില വർധനവിൽ കേന്ദ്രം തീരുമാനമെടുക്കുമ്പോൾ അവശ്യ മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത മരുന്നുകൾ അഥവാ നോൺ എസെൻഷ്യൽ മരുന്നുകളുടെ വില നിശ്ചയിക്കുന്നത് മാർക്കറ്റുകളാണ്. മാർക്കറ്റിനനുസരിച്ച് നോൺ എസെൻഷ്യൽ മരുന്നുകളുടെ വില ഇടയ്ക്കിടെ കൂടാറുണ്ടെങ്കിലും അവശ്യ മരുന്നുകളുടെ വില അത്യാവശ്യമെങ്കിൽ മാത്രമേ വർദ്ധിപ്പിക്കാൻ കഴിയൂ. 2012 നാഷണൽ സാമ്പിൾ സർവേയുടെ കണക്കനുസരിച്ച് 23% പേർ രാജ്യത്ത് ചികിത്സാ ചെലവ് കാരണം ആശുപത്രിയിൽ പോകാൻ നിവൃത്തിയില്ലാത്തവരാണ്. 1999, 2000 കാലഘട്ടത്തിൽ മാത്രം 3.25 കോടി പേർ ആശുപത്രി ചികിത്സയുടെ പേരിൽ ദാരിദ്ര്യരേഖയ്ക്ക് പോയെന്നും കണക്കുകളുണ്ട്. ഇത്രയും രേഖകൾ മുന്നിലുള്ളപ്പോഴാണ് കേന്ദ്രത്തിൻ്റെ തിരക്കിട്ട നീക്കം എന്നതാണ് ശ്രദ്ധേയം.